നമസ്കാരം. റാം കറൻസി ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 5-ാം തീയതി മുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കാൻ ആരംഭിച്ച ഒരു വീഡിയോയ്ക്കൊപ്പമുള്ള റൈറ്റപ്പിലാണ് ഇന്ത്യയിൽ റാം കറൻസി വരുന്നു എന്ന് എഴുതി ചേർത്തിരിക്കുന്നത്. എന്തായാലും ഇത് വാട്സപ്പ് വഴിയും പ്രചരിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. പ്രചരിക്കുന്ന വീഡിയോയുടെ ഉള്ളടക്കം ഇപ്രകാരമാണ്. ഒരു വ്യക്തി റാം കറൻസി പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് രാമഭഗവാന്റെ പിക്ചർ ഉള്ളതായിട്ടും അതുപോലെ 5 റാം എന്ന് എഴുതിയതായിട്ടും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ മറുഭാഗവും അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിന് പിറകിലായിട്ട് രാമരാജ്യ മുദ്ര എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പിക്ചറും അവിടെ നമുക്ക് കാണാം. 5 റാം മീൻസ് $50. ഇത് പരിചയപ്പെടുന്നതോടൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ 5 രൂപ കറൻസി $15 രൂപയുടെ മൂല്യമുള്ളതാണ് എന്ന് പറയുന്നു. മാത്രമല്ല ഇതുപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ പണമിടപാടുകൾ നടത്താനും സാധിക്കുന്നതാണെന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ വീഡിയോ പ്രചരിക്കാൻ ആരംഭിച്ചതോടെ ഒരുപാട് ചോദ്യങ്ങളാണ് നിരവധി ആളുകൾ പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നോട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടോ? ഈ നോട്ട് ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താൻ സാധിക്കുമോ? അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം സത്യമാണോ? പ്രചരിക്കുന്ന വീഡിയോയ്ക്കൊപ്പമുള്ള റൈറ്റപ്പുകൾ അത് ഓരോരുത്തരും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പല രീതിയിലാണ് എഴുതി ചേർത്തിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അമേരിക്കയിലെ അയോവയിലുള്ള മഹർഷി വേദിക് സിറ്റിയിലാണ് റാം കറൻസി ഉപയോഗിക്കുന്നത്. 2000 മഹർഷി മഹേഷ് യോഗി സ്ഥാപിച്ച ഗ്ലോബൽ കൺട്രി ഓഫ് വേൾഡ് പീസ്, അതായത് GCWP എന്ന സംഘടനയുടെ ആസ്ഥാനമാണ് മഹർഷി വേദിക് സിറ്റി. 2001 ഒക്ടോബറിലാണ് ആദ്യമായിട്ട് മഹർഷി വേദിക് സിറ്റി ഈ കറൻസി ഇറക്കുന്നത്. അതായത് 1 രൂപ, 5 രൂപ, 10 രൂപ എന്നീ 3 കറൻസികളാണ് അവർ ഈ വേദിക് സിറ്റിക്കകത്ത് ഇറക്കുന്നത്. അതായത് ഇവരുടെ സ്ഥാപനങ്ങളിൽ, മഹർഷി വേദിക് സിറ്റിയിലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും മാത്രം അവർ തമ്മിൽ ഇടപാട് നടത്തുന്നതിന് വേണ്ടി അവർ തന്നെ പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു നോട്ടാണ് റാം കറൻസി എന്നുള്ളതാണ് നമ്മളുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് യാതൊരു തരത്തിലും US ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അംഗീകാരമോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ കറൻസി പരിചയപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി ആ വീഡിയോ പങ്കുവച്ചതോടുകൂടി പല രീതിയിലുള്ള റൈറ്റപ്പോട് കൂടി ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള നോട്ടുകൾ പ്രചാരത്തിൽ വന്നു, ഇതുപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നുള്ള രീതിയിലാണ് പലരും ഇതിപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഇത് വളരെ സന്തോഷത്തോടു കൂടി പ്രചരിപ്പിക്കുന്നു, ഇങ്ങനെ ഒരു നോട്ട് വന്നു എന്നുള്ളത്. എന്നാൽ മറ്റു പലരും ഇത് വളരെ വിഷമത്തോടു കൂടിയും ഇത് പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോയും അതോടൊപ്പമുള്ള റൈറ്റപ്പിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾക്ക് പിന്നിലെ വസ്തുത അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇവർ അവരുടെ സംഘടനയ്ക്കകത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു വേദിക് സിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനങ്ങളിൽ പണമിടപാട് നടത്തുന്നതിന് വേണ്ടി അവർ തന്നെ പ്രിന്റ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു നോട്ടാണ് റാം കറൻസി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് അന്വേഷിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. കാരണം ഇത് വളരെ തെറ്റായ രീതിയിൽ പലരും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാഥാർത്ഥ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അപ്പോൾ തെറ്റായ റൈറ്റപ്പോട് കൂടി അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. ചാനലിൽ ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം, തുടർന്നും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.